കൈക്കൂലി കേസിൽ അറസ്റ്റിലായ എറണാകുളം RTO TM ജേഴ്സണെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് വരുന്നു. ഇന്നലെ രാത്രി ഗതാഗത കമ്മീഷണർ ജേഴ്സനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് പരാതിക്കാരുടെ എണ്ണം കൂടുന്നത്. വിശദാംശങ്ങൾ ശ്യാമപ്രസാദ് ഉത്തമൻ നൽകും. ശ്യാം, ഗുഡ് മോർണിംഗ്. ഒരുപാട് പരാതികൾ ഇതാ ഈ RTOയുടെ പിടികൂടലിന് ശേഷം ഉണ്ടായിരിക്കുന്നു, അറസ്റ്റിന് ശേഷം ഉണ്ടായിരിക്കുന്നു. ഒരുപാട് പേർ പറയുന്നുണ്ട് വളരെയധികം പീഡിപ്പിച്ചിട്ടുണ്ട്. ഈ സ്വകാര്യ ബസ് ജീവനക്കാരൊക്കെ വലിയ പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പുതിയതായി വരുന്ന പരാതികൾ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, ഗുഡ് മോർണിംഗ്. ഈ RTO കൈക്കൂലി കേസിൽ പിടിയിലായതിന് പിന്നാലെ കൂടുതൽ പേർ RTOയ്ക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് വീണ്ടും പോലീസിലൊരു പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പോലീസ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടില്ല. അതിൽ ഒരു സ്ഥാപനം നടത്തി അതുമായി ബന്ധപ്പെട്ട് തൻ്റെ കയ്യിൽ നിന്നും 75 ലക്ഷം രൂപ കൈക്കലാക്കിയെന്ന പരാതിയാണ്. ഈ ജേഴ്സന്റെ ഭാര്യ റിയയ്ക്കെതിരെയും ഈ പരാതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഒരു തുണി സ്ഥാപനം, റീറ്റെയിൽ സ്ഥാപനമാണ്, അത് നടത്തി, എറണാകുളത്ത് തന്നെ നടത്തി, അതിൽ ലാഭകരമാകുമെന്ന് കണ്ടപ്പോൾ ഇയാളെ ഒഴിവാക്കുകയും തുടർന്ന് ഇയാളിൽ നിന്ന് വാങ്ങിച്ച പണം കൊടുക്കാതിരിക്കുകയും ചെയ്തു എന്നാണ് നിലവിലെ പരാതി. ഈ പരാതിയുടെ കഴമ്പ് പോലീസ് പരിശോധിക്കുകയാണ്. അതിനുശേഷമായിരിക്കും കേസെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഈ RTO ഉദ്യോഗസ്ഥൻ ആയിട്ടുള്ള ഈ ജേഴ്സിനെയും അതോടൊപ്പം തന്നെ മറ്റ് ഏജന്റുമാരെയും നിലവിൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ ഇന്നലെ കൈമാറിയിട്ടുണ്ട്. 4 ദിവസത്തേക്കാണ് ഇവരെ കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇയാൾ മറ്റേതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തി പണം സമ്പാദിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി വിജിലൻസിനെ പരിശോധിക്കാനുള്ളത്. പലതരത്തിലാണ് ഇയാൾ ഈ ക്രമക്കേടുകളും മറ്റുമൊക്കെ നടത്തിയിരിക്കുന്നത്. സർവീസിലിരിക്കെ ചെയ്ത് തന്നെ പലരിൽ നിന്നായിട്ട് കമ്മീഷൻ വാങ്ങുക, അതോടൊപ്പം തന്നെ പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും പണം വാങ്ങുക, വിദേശ മദ്യങ്ങൾ അടക്കം വാങ്ങുക, ഇക്കാര്യങ്ങളൊക്കെ വിജിലൻസ് വിദേശ മദ്യം ഉൾപ്പെടെ കണ്ടെത്തുകയും ചെയ്തതാണ്. അതുകൂടാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇയാൾ ബിസിനസ് വഴിയോ മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ടോ എന്നതും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പുതിയൊരു പരാതി കൂടി എത്തിയിരിക്കുന്നത്. ഈ പരാതിയും ഒരുപക്ഷെ വിജിലൻസ് വിശദമായ രീതിയിൽ പരിശോധിക്കും. ഇയാൾ ഇതെങ്ങനെയാണ് ഈ പണം ഇത്തരത്തിൽ തരപ്പെടുത്തിയതോടൊപ്പം തന്നെ ഈ ബിസിനസ് പാർട്ട്ണറാക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ കബളിപ്പിച്ചിരിക്കുന്നത്. അയാളുടെ അമ്മയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 75 ലക്ഷം രൂപയാണ് ഇത് സംബന്ധിച്ച് ഈ ജേഴ്സൺ ഈ സ്ഥാപനം നടത്തുന്നതിന് വേണ്ടി വാങ്ങുകയും ചെയ്തത്. ഈ സ്ഥാപനം ലാഭകരമാണ് എന്ന് കണ്ടപ്പോൾ ഇയാളെ ഒഴിവാക്കുകയാണ് എന്നാണ് മനസ്സിലാക്കിയത്. തൻ്റെ നിലവിലത്തെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പരാതിക്കാരനെ ശരിപ്പെടുത്തും എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ജേഴ്സൺ പിടിയിലായതോടുകൂടിയാണ് ഈ പരാതിയുമായി ഇപ്പോൾ ഇദ്ദേഹം രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. മോത്തി.